നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്ളോഗാട്ടോ. ഈ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർ അവസാനം വരെ എന്തായാലും കാണണം. പിന്നെ അത്യാവശ്യം പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒരു ചാലഞ്ചായിട്ട് ഞാനും അഫ്നാസും സലാവുമ്പോടെ സ്റ്റാർട്ടിങ് ഒരു ചാലഞ്ചായിട്ട് തുടങ്ങാം. നമുക്ക് എത്ര ബോൾ ടച്ച് എത്ര എടുക്കും എന്ന് വെച്ചിട്ട് നമ്മളെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം ആരാ എടുക്കുക? സലാം എടുക്കുക. കൗണ്ട് ചെയ്യടാ. 4, 5, 6, 7, 8, 9, 10 കഴിഞ്ഞു. സലാവ് 12. ഞാനൊക്കെ എല്ലാവരും കളിച്ചിട്ട് കുറേ കാലമായിട്ട്. ഞങ്ങൾ സ്കൂളിലൊക്കെ ഒരുമിച്ച് കളിച്ചൊരു ടീമാണ് ഞാൻ, അഫ്നാസ്, സലാവ്. എടുത്തോ. 1, 2, 3, 4, 5, 6 കഴിഞ്ഞു. എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, പ്രശ്നം. 1, 2, ഫസ്റ്റ് എനിക്കൊരു ചാൻസ് കൊടുത്തിട്ടോ. എനിക്കൊരു ചാൻസ് തന്നാലേ ഞാൻ 50 നമ്മൾ കപ്പെടുത്തിട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് പരിചയപ്പെടാൻ പോണ ഫസ്റ്റ് മൈലിലെ ഫിനിക്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ക്ലബിനെ കുറിച്ചാണ്. ഈ ഒരു ക്ലബിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഇവരെ കുറിച്ച് കാണിക്കാനുള്ള കാരണം. ഇവരാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഫുട്ബോൾ ടീമും അവരുടെ കോച്ചും. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു ടീമിന്. ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു വീഡിയോ മുഴുവനായും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളത്തെ ഒരു മാച്ചിന് ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഇവരുടെ കോച്ചടക്കം ലോഡിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ചെക്കന്മാർ ഏകദേശം ഈ ഒരു വലിയ ലോറി ഏകദേശം പകുതിയോളമായി പോലെ ഇറക്കിയിട്ട്. എത്ര മണിക്ക് വന്നു? ഞങ്ങൾ 7 മണിയല്ലേ? 7 മണിക്ക്, രാവിലെ 7 മണിക്കൊക്കെ വന്നിപ്പോൾ ഏറെ കേട്ടോ. നമ്മൾ ഡെയിലി പ്രാക്ടീസ് പോകുന്ന സമയം. ഇന്നിപ്പോൾ ഇനി ഏതായാലും പ്രാക്ടീസിന് പോകേണ്ടി വരില്ലല്ലേ? കഴിഞ്ഞിട്ട് പോകുമോ? 11 മണിക്കോ? അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു കോച്ചിൻ്റെ അണ്ടറിലെ ഒരു അണ്ടർ 17 ടീമിനെയും പിന്നെ മൂപ്പരെ ഒരു കോച്ചിങ്ങും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം അല്ലേ? അതിന് മുമ്പ് നമുക്ക് മൂപ്പരൊന്ന് പരിചയപ്പെടാം. മൈസെൽഫ് ഹുസൈൻ. ഞാൻ വന്നിട്ട് ഇവിടെ ഗുഡലൂരാണ് സ്വദേശം. ഞാൻ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലെ FC മദ്രാസ് എന്ന ക്ലബ്ബിലാണ്. അത് ഐ ലീഗ് 2nd ഡിവിഷൻ കളിക്കുന്ന ക്ലബ്ബാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ D ലൈസൻസ് ആൻഡ് C ലൈസൻസ് ഹോൾഡറാണ് ഞാൻ. ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മാക്സിമം ആയിട്ട് ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിലും അപ്പോൾ തൊട്ട് ഇവിടെ കണ്ടുവരുന്ന കോച്ചിങ് ശൈലി എന്ന് പറഞ്ഞാൽ വെറും എന്താണ്, നമ്മൾ ഡെയിലി കുറച്ച് ജോഗ് ചെയ്യും, ഓടിപ്പിക്കും, കളിപ്പിക്കും. ഫുട്ബോൾ എന്താണെന്നോ അല്ല ബോളുമിലെ കളി എന്താണെന്നോ നമുക്കറിയില്ല. സോ ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ പ്രൊഫഷണൽ ലെവലിലെ കോച്ചിങ് സ്റ്റൈലാണ്. സോ ഇത് നമ്മൾക്ക് ഒരു അണ്ടർ 16 കാറ്റഗറിയിലെ ടീമാണ്. ഇത് ഫിനിക്സ് FC ആണ്. ഇവർ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. കാരണം ഇവർ ഇതുവരെ അധികം ക്യാമ്പ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഗുഡലൂരിൽ മാക്സിമം അങ്ങനത്തെ ക്യാമ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഗുഡലൂരിൽ ഞാൻ ഫസ്റ്റ് പറയാം, ഗുഡലൂരിൽ നിന്ന് ഫസ്റ്റായിട്ട് ഒരു പ്രൊഫഷണൽ ലെവലിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഫീസും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഈ ടീമിനെ പ്രൊമോട്ട് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ട്രോഫിയെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് ഇനിയിപ്പോൾ നാളെ ഊട്ടിയിലാണ് കളി. അപ്പോൾ നാളത്തേക്കുള്ള പ്രിപ്പറേഷനാണ് ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത്. സോ ഞങ്ങൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ പാസിംഗ് ആൻഡ് സപ്പോർട്ടിങ് ഗെയിമാണ്. വിത്ത് സെയിമിൽ നമ്മൾ എന്താക്കും, പാസിംഗ് സപ്പോർട്ടിങ് നമ്മൾ ഫിനിഷിംഗ് ആക്കും. അതേപോലെ അതിൽ സ്റ്റാമിന വർക്കൗട്ടും നമ്മൾ ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫൺ ഗെയിമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ സെറ്റ് ചെയ്ത ഗ്രിഡ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു 12x12 യെല്ലോ ഗ്രിഡ് ഉണ്ട്. ഇവിടെ ഒരു 15x12 ഗ്രീൻ ഗ്രിഡ് ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിലുള്ള ഫൺ വാമപ്പാണ്. ഓക്കെ, ഹലോ ഫിലിപ്പിനിയ.
ആർക്കെങ്കിലും ഇഞ്ചറി ഉണ്ടോ? ഇല്ല. കുട്ടി റെഡി അല്ലേ? സോ ഫസ്റ്റ് ഇവിടെ 2 മാർക്കേഴ്സ് ഇല്ല. ഓക്കെ, കയ്യിൽ ബ്ലൂ മാർക്കേഴ്സ് ഇല്ലേ? ബ്ലൂ. അവിടെ വൈറ്റ് മാർക്കർ on the white line. You have the yellow markers on the yellow. Got it? So now we are going to start a warm up. Okay, simple thing you have to do that. Start jogging inside the grid. Got it? Start jogging inside the grid. When I blow a whistle, start change the markers. Got it? Start change the markers. When I blow the second whistle, you should go sprint on your place. If you have the yellow marker, you should go there. If you have blue marker, you should go there. Okay, if you don't have any marker, you can go that side. The last one who will finish at last, he will get a punishment. That is a 3 push-ups. Got it? Got it? So now, yeah, come on, start jogging inside. Start jogging. Not out of the plate, okay? Come on. And you? Yeah. Come on. 3 push-ups. Guys, count. Only 3. 1, 2, 3. Let's go back. Now, the same thing you have to do, but this time not jogging. Okay. So you guys do these things. Okay. Right side and the left side. Got it? Okay. Now. Start. Actually, cheat out. Open the leg now. Open the leg. Sideway. Open the leg in a sideway. Sideway. Good. Open the leg in a sideway. Very good. Now go back again faster. Now guys. Okay guys. Pallang kudicho. Ready? So now we are going to the second rail. That is, we are seeing that push pass, then different styles of receiving, then passing and supporting. At the same time, we have to do more for stamina also. Got it? Got it? So are you ready? So I will say the rule now. Okay. Now we have the small grid here. Can you see that green grid? So this is the one grid. Okay. So now I will show you. When I blow a whistle, you should start triple here. Okay. You should start triple here. Who don't have the ball, they have to give you option there. Give you option to pass the ball. Okay. Once you pass the ball, you should sprint to that corner and come back and receive the ball again. Start dribble. Start dribble. See the option. Then push pass. Got it? Push pass. When you receiving the ball, you should do some different types of receive. That already I said that. Okay. Ready? Ready? So now you have 1, 2, 3. Okay. Start dribble, others start jogging. Start dribble, others start jogging. Stay the grid. Open up the body. The ball is jogging. Good, good, good. Good. Inside the ball. Good. Good. Sharp. നല്ല മനസ്സിലാവുണ്ടോ? നമ്മൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കണേ. ഈ ബോൾ റിസീവ് ചെയ്യണ ഒരു വ്യത്യാസമായിട്ടില്ല, ഈ സ്റ്റൈലിലാണ് പോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? പുഷ് പാസ് ചെയ്യുമ്പോൾ കോച്ചിങ് പോയിന്റ്സ് എന്താ? വാട്ട് ഈസ് ദ കോച്ചിങ് പോയിന്റ്സ് ഓഫ് പുഷ് പാസ്?
Non-kicking foot on the target. Yes, non-kicking foot on the target. Then only the ball go to the same target. Then next one. Contact in the center of the ball. Middle of the ball with your inner foot. Middle part of the foot. Then only the ball go. That is called push pass. Okay. Then receive എന്താ ചെയ്യേണ്ട ball receive ചെയ്യുമ്പോൾ when I pass the, if I'm your teammate, when I pass the ball to you, if there is any defender, നിങ്ങളിങ്ങനെ ഓപ്പറേറ്റ് ഇങ്ങനെ റിസീവ് ചെയ്താൽ എന്താവും, he can judge you. മനസ്സിലായോ? ആ ടൈമിങ് എന്താക്കും, അത് കിട്ടും. സോ come back to me. Good. Go there and push the ball to me. Now different types of receiving പറയാനുള്ളത്. Okay, go back. Ready? The ball. If you stay like this, ഇവിടെ എന്താവും, ബോൾ സ്റ്റോപ്പ് ആവും, ഈ പ്ലെയർ എന്താവും, അലേർട്ട് ആവും, പിന്നെ കളിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഫസ്റ്റ് വെയിറ്റ് മതി. ഓക്കെ, കം ഓൺ. സോ യു ക്യാൻ ഗോ, take a single touch, then you can move. That is the one step. Then gain. So you have to go back now. നമ്മൾ ടീമിനെ അവിടെ നിന്ന് പാസ് ചെയ്യുന്നത്, നമ്മൾ അങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ഇതുപോലെ ടു സെയിം തിങ് യു ഡു ദാറ്റ്. How to put receive. Got it? So you can turn. He can't judge you. Then you can do the left side. Same thing. How to put receive. Then you can do the inner foot receive. The player is here. Ball. Push the ball to me. Do the inner foot receive. Then you can turn and move to that side. Got it? So every time when you're going to play on the field, you should concentrate that. Okay. Don't receive in your close body. Got it? When you have the ball, നമ്മൾ ഇതുവരെ റിസീവ് ചെയ്യണ കണ്ടിട്ടില്ല, നേരെ ഫ്രണ്ട് ചെയ്തിട്ടുള്ള റിസീവിംഗ് ആണ് ഞാനിതുവരെ പൊതുവെ ചെയ്യില്ല. ഇത് കണ്ടില്ല, അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെക്കന്മാർക്ക്. back foot receive. What is the back foot receive? Can anyone say that? What is the back foot receive? Open body, then receive on the back foot. Okay, pass the ball to me, I'll show you. This is the close body action. Okay, so we can നമ്മളത് മാത്രമേ റിസീവ് ചെയ്യുള്ളൂ, അങ്ങനെ മാത്രമല്ല പൊതുവെ ചെയ്യല്. This is the close body action. ഇങ്ങനെ ഒരു ബോൾ വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ റിസീവ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷൻ ഇല്ല. അടുത്ത ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ബോൾ വെച്ചിട്ട് പിന്നെ തിരിയുമ്പോൾ ഡിഫൻഡർ എന്താക്കും, കിട്ടും. ഓക്കെ അല്ലേ? സെയിം തിങ്, പാസ് ദ ബോൾ ടു മീ. You do this because we want to go that side. ഇങ്ങനെ തിരിഞ്ഞാൽ എന്താക്കും, ഡിഫൻഡർ എന്താക്കും, കൺഫ്യൂസ് ആവും. ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് മതി ശരിക്കും ഫുട്ബോൾ ബാക്കിയുള്ള ടീം നോക്കി നിൽക്കാനും വേണ്ടിയിട്ട്. So now give the ball to me. Same thing you can do the outer foot. This is the outer. So നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പാസിംഗ് ആൻഡ് മൂവിങ് ഗെയിം ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഷി വിൽ ഗോ ദാറ്റ് സൈഡ്, go that marker. If anyone need a water, go have a sip water and come back fast. Or else you can play. Go that side. And എപ്പോഴും നമ്മൾ ഗെയിമിൽ കളിക്കുമ്പോൾ എന്ത് വേണം, when we have the ball we should need a how many options? Two options. നമ്മളെപ്പോഴും ഗെയിമിൽ നമ്മളൊരു ബോൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം, ടു ഓപ്ഷൻ വേണം. ടു ഓപ്ഷൻ ഉണ്ടായാലേ കളി എന്താവുള്ളൂ, ഫാസ്റ്റായിട്ട് മൂവ് ആവുള്ളൂ. അതാണ് സിസ്റ്റമാറ്റിക് ഗെയിം. ഓക്കെ, നമ്മൾ ബോൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ആൾക്കാർ ചെയ്യലെന്താ, നമ്മൾ മാക്സിമം ആൾക്കാർ നോക്കൽ ഒറ്റ കാര്യമുള്ളൂ, ബോൾ ആരടുത്താണോ ഉള്ളത് ഓ മാത്രമാണ് കളിക്കുന്നതെന്നാണ് നമ്മളെ ഇവിടെ എല്ലാ മാക്സിമം ആൾക്കാരുടെ മൈൻഡിൽ. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ബോൾ ഉള്ളപ്പോൾ കളിക്കുന്ന മാത്രമല്ല കളി, അറ്റ് ദ സെയിം ടൈം നമ്മുടെ ടീംമേറ്റ്സ് നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, അവിടെയാണ് കളീൻ്റെ കോമ്പിനേഷൻ മൂവ് ആകുന്നത്. ഓക്കെ, സോ ഈ ടോപ്പിക്ക് വന്നിട്ട് വാട്ട് ഈസ് ദിസ്, പാസിംഗ് ആൻഡ് സപ്പോർട്ടിങ്. നൗ ഹിയർ ദി ബോൾ. ഓക്കെ, ഈസ് ദിസ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഓർ നോട്ട്? നോ. വൈ? Second option is here. Here's only one option, that is this side. Okay, പിന്നെ അവിടെ നിൽക്കുന്നതുകൊണ്ട് വല്ല യൂസ് ഉണ്ടോ? There is any use? No. That is the good question. You come back faster. Very good. So what is that? ഈ ഡിഫൻഡറിനെ ബീറ്റ് ചെയ്യാൻ പറ്റും, ഈ ഡിഫൻഡറിന് ബോൾ എടുക്കാൻ പറ്റും. ഈ ഡിഫൻഡറിന് ബോൾ എടുത്തൂടെ? കാരണം എന്താ, ഇവിടെ പ്ലെയർ ഇല്ല. ഈ ഡിഫൻഡറിന് എന്താവും, ഇങ്ങോട്ട് മാത്രം ഫോക്കസ് ഉണ്ടാവുള്ളൂ. പിന്നെ
take the ball. Got it? But if there is two options, ഒരു സ്ഥലത്ത് ഡിഫൻഡ് കവർ ചെയ്യുന്ന ആ സ്ഥലത്ത് കളിക്കാം. So I need this type of game. Very good. Very good. Faster, faster. കളി കണ്ടോ? ഇവരുണ്ടാവും മാത്രമല്ല ഒരു ആംഗിൾ 3 ആംഗിൾ ഉണ്ടോ? ഒരു പ്ലെയറിൻ്റെ അടുത്ത് ബോൾ ഉണ്ടെങ്കിൽ അപ്പുറത്ത് 2 പ്ലെയർ മൂവ് ആവണം ശ്രദ്ധിച്ചില്ലേ? ആ ഒരു മൂവ്മെന്റ് ഒക്കെ കേട്ടോ അവർ പഠിപ്പിക്കണം. ഇല്ലെങ്കിലും what we have to do, just move on, then come back. Okay, ball എപ്പോഴും മൂവ് ആണ്ടേ. ഇപ്പോൾ ജസ്റ്റ് പോലെ 2 സെക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതേപോലെ ഒരുപാട് പ്രാക്ടീസ് നമുക്കിപ്പോൾ ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ട് ഈ 2 സെക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനി അടുത്ത് എന്താ നമുക്ക് പരിചയപ്പെടല്ലേ? പരിചയപ്പെടാം. ഇവരൊക്കെ ഒരു അണ്ടർ-17 ടീമാണല്ലേ? അണ്ടർ-17 എന്ന് പറയുകയാണെങ്കിൽ അണ്ടർ-17 2-3 പ്ലേയേഴ്സേ ഉള്ളൂ. ബാക്കിയൊക്കെ അണ്ടർ-14 ഉണ്ട്, 15 ഉണ്ട്. പക്ഷെ ഇവരെല്ലാവരും കളിക്കുന്ന അണ്ടർ-17 ആണ്. ഓപ്പൺ ടൂർണമെന്റിനും കൊണ്ടുപോകാൻ ഒരു ഓപ്പൺ ടൂർണമെന്റിലെ പ്ലേയേഴ്സ് ആയിട്ട് ഇവർ മാറ്റിയിരിക്കുന്നുണ്ടോ ഈ ഒരു ചെറിയ ചെറുക്കന്മാരെ തന്നെ? ഇവർ നമുക്ക് ടീമിനെ പരിചയപ്പെടാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടീം. എത്ര കൊല്ലമായിട്ട് ഇവര് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? എത്ര കൊല്ലം എന്ന് പറയുകയാണെങ്കിൽ ഇവര് ചെറുപ്പം തൊട്ടിൻ്റെ കൂടെ ഉണ്ട്. ചെറുപ്പം തൊട്ട് എന്ന് പറഞ്ഞാൽ ഇതിലൊരു 7-8 പ്ലേയേഴ്സ് ചെറുപ്പം തൊട്ട് ഞാൻ ഇവർ കണ്ടു വളരുന്ന തന്നെ നമ്മൾ കളിക്കാൻ പോകുന്നതും അതുപോലെ നമ്മൾ അങ്ങനെയാണ് കോച്ചിങ് കൊടുത്തിരുന്നത്. പക്ഷെ അപ്പോൾ നമുക്ക് എന്താ അറിയില്ല, കോച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, ഇവന്മാരെ എങ്ങനെയാണ് മേക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ കളിച്ചിരിക്കണം കേട്ടോ. GTMോല് കളിച്ചിക്കണ്. ഊട്ടി HDP ലീഗിന് ഞാൻ കബീറിനെ കൊണ്ടുപോയിക്കണ ഒരു വട്ടം കളിക്കാൻ കൊണ്ടുപോയിക്കണ്. അപ്പോൾ നമുക്കറിയില്ല അതെന്താണ്, എങ്ങനെയാണ് മൂവ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന്. എങ്ങനെയാ വെച്ചാൽ ഇവിടെ നമ്മൾ മാക്സിമം കൊടുക്കുന്ന ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ വെറുതെ റണ്ണിങ് ഇങ്ങനെ ഓടിപ്പിക്കുക. പക്ഷെ ഇവരെങ്ങനെ മേക്ക് ചെയ്ത് കൊണ്ടുപോകാൻ അറിയില്ല. സോ എനിക്കൊരു താല്പര്യം തോന്നി, നമ്മളെ നാട്ടിലത്തെ പ്ലേയേഴ്സിനെ വേണം നമ്മൾ പിക്ക് ചെയ്ത് എവിടെയും എത്തിക്കാനെന്ന്. സോ നമുക്ക് കിട്ടാത്ത കാര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ട്രൈ ചെയ്തത്. ഞാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ലൈസൻസിൻ്റെ അതിനു വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഒരു സെലക്ഷൻ കിട്ടിപ്പോയി. അതിൽ ടോട്ടലി 24 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ വന്നിട്ട് 19 എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, നിഷാം എന്ന് പറയുന്നത് എൻ്റെ കസിനാണ്. ഞങ്ങൾ രണ്ടാളും പോയി, ഞങ്ങൾക്ക് രണ്ടാൾക്കും അവിടെ പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് വന്നിട്ട് ഗൾട്ടൻ ചാപ്പ എന്ന് പറയും. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 40 ദിവസം മുമ്പ് ആൾ മരിച്ചു. ഗൾട്ടൻ ചാപ്പ എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഒരു കാലത്ത്. IM വിജയനും ബൈജിങ് ബൂട്ടിയ അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഫവാസ് ഗൾട്ടൻ ചാപ്പനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം കാലിക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ട് ചാപ്പൻ സ്ഥലത്തേക്ക്. ഫവാസ് കണ്ടിട്ടുണ്ട്. മൂപ്പരത്തൊരു 3 മാസം എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്നൈയിൽ FC മദ്രാസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഓഫർ കിട്ടി. ഒരാഴ്ച പോയി നിന്ന് സെലക്ഷൻ വെച്ചു, നോക്കാൻ പറഞ്ഞു. സോ അവിടെ പോയി ഒരാഴ്ച നിന്ന് നോക്കി, അവിടെ അപ്പോയിൻമെൻ്റായി. അവിടെ ഞങ്ങൾ ഒരു കൊല്ലമായിട്ട് അവിടെയാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് മാർച്ച് മാസം ഈ കൊറോണ സ്റ്റാർട്ടിങ് സമയത്താണ് എനിക്ക് ഡൽഹിയിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ C ലൈസൻസ് പറഞ്ഞ ഒരു കോച്ചിങ്, അതിനുള്ള ഒരു സെലക്ഷൻ കിട്ടിയത്. തമിഴ്നാടിൽ നിന്ന് 2 ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഇന്ത്യ ടോട്ടലായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. റിസൾട്ട് പാസ്സായി. സെക്കൻഡ് മോഡ്യൂൾ ഈ ജനുവരിയിലാണ് ഫിക്സ് ചെയ്തിരുന്നത്. സോ അതിന് വെയിറ്റ് ചെയ്യാണ്. സോ നമുക്ക് ഇപ്പോഴാണ് ഒരു സിസ്റ്റമാറ്റിക് ട്രെയിനിങ് എങ്ങനെ വർക്കൗട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ അറിയുന്നത്. സോ അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 2 ചെറിയ ഡ്രില്ല് 2 മിനിറ്റ്, അതായത് നമുക്ക് ടൈമിങ് പോരാത്തതുകൊണ്ട് 2 മിനിറ്റിന് ഡ്രില്ല് മാത്രമാണ്. പക്ഷേ ഇവിടെ നമ്മളൊരു 2 hour സെഷൻ മൊത്തം ഹാൻഡിൽ ചെയ്യും. 2 hour സെഷനിൽ ഒരു ഫൺ ഡ്രില്ല് വരും, ഫണ്ണ് വിത്ത് വാമപ്പ് വരും. നമ്മൾ വരുമ്പോൾ തന്നെ സ്ട്രെച്ചൊക്കെ ചെയ്ത് നമുക്ക് ഇഞ്ചുറി ആവും. ഫണ്ണ് വിത്ത് വാമപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എന്താണോ ഒരു ദിവസം ടോപ്പിക് എടുത്തിട്ടുള്ളത്, പല ടോപ്പിക്കാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. 1v1 ഡിഫെൻഡിങ് തൊട്ട് ബാക്ക് 3 തൊട്ട് കുറേ ടോപ്പിക്സ് ഉണ്ട്. നമ്മളിവിടെ ഒന്നും അറിയില്ല. സോ ഞാൻ ഇന്ന് വെച്ചെടുത്ത് പാസിംഗ് ആൻഡ് സപ്പോർട്ടിങ് ഗെയിമാണ്. കാരണം നാളെ ഞങ്ങൾക്കുള്ള കളി എന്ന് പറഞ്ഞാൽ ഊട്ടിയിലാണ്. 5 ഗെയിമാണ്. സോ മാക്സിമം 5 ഗെയിമിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പാസിംഗ് ആൻഡ് സപ്പോർട്ടിങ് വിത്ത് ഷൂട്ടിങ് മാത്രമാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പാസിംഗ് ആൻഡ് സപ്പോർട്ടിങ് ടോപ്പിക് എടുത്തത്. അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് 3v1 ആണ്. സോ ഞങ്ങൾ ഈ ഒരു ടീമിന് നാളെ ഊട്ടിയിൽ മാച്ച് ഉണ്ടാവും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ശരിക്കും മെയിൻ ഉദ്ദേശം അതും കൂടിയാണ്. എന്താ വെച്ചാൽ നാളത്തെ ഒരു മാച്ചിനും വേണ്ടിയിട്ട് പോലെ കല്ലിങ്കര ലോഡ് ഇറക്കിയിട്ടാണ് ഈ ഒരു ടീം പ്രാക്ടീസ് ചെയ്ത് നാളെ കളിക്കാൻ പോണത്. അത് നമുക്ക് പറയാം. ശരിക്കും നമുക്ക് കഴിയണ പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ? സപ്പോർട്ട് ചെയ്യണം. കാരണം ഫേസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും. എന്താ വെച്ചാൽ ഇവരാണ് രാവിലെ വന്ന് ഞങ്ങൾ ലോഡ് ഇറക്കി. അതിൽ ലഷിബിൽ അവൻ്റെ ഫാദറാണ് ഐഡിയ എന്ന് ഒരു ലോഡ് കിട്ടിയ ലോഡ് ഇറക്കിയിട്ടാണ് ഞങ്ങൾ നാളേക്കുള്ള പോലെ പൈസ റെഡിയാക്കിക്കണം കളിക്കാൻ പോകുന്നത്. ഓക്കെ, ടീമിനെ പരിചയപ്പെടാം. ഇത് ആഷിഫ് സഹീർ, എന്താണ് നമ്മളെ കീപ്പറാണ്.
അപ്പോൾ ഏകദേശം നല്ല ഫാൻസെല്ലാം കീപ്പറാണ്. കാരണം പാക്കണ കളി കഴിഞ്ഞതിന് ശേഷം കുറേ കാര്യങ്ങളൊന്നും, പിന്നെ ആളൊരു തമിഴ്നാട് സ്റ്റേറ്റ് ബോക്സറാണ്. പിന്നെ ഇത് വന്നിട്ട് ഹിഷാം, നമ്മളൊക്കെ ബാബുട്ട് എന്നാണ് വിളിക്കുക. ഇവൻ വന്നിട്ട് ഓൾ ക്രോസ് ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഇത് ഷിബില് നിങ്ങൾ രാവിലെ കണ്ടില്ലേ, നമ്മളെ സിയാബാക്കാൻ്റെ മോന്. ഇത് ഇർഷാദ് കുറേ അടുത്ത് സെലക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അമൗണ്ടിൽ പൈസ കൊടുക്കാനില്ലാത്ത കാരണമാണ് ഇവിടെ സ്റ്റക്കായി പോയത്. ഷിബിലിൻ്റെ ഇർഷാദിൻ്റെ ഏജ് എന്ന് പറയുകയാണെങ്കിൽ 14 വയസ്സായിട്ടുള്ളൂ. ഇർഷാദ് 2006 ഡേറ്റ് ഓഫ് ബർത്താണ്. സോ ഇവർ ഈ ടീമിൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യണം, ഇതേ ടീമിൽ അവൻ കളിക്കുന്നു. ഇത് നവീന് ശ്രീമാർ ഹൈസ്കൂളിൽ പഠിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം +2 കഴിഞ്ഞു. ഇത് വന്നിട്ട് ഇർഷാദ് IDL പഠിക്കുകയാണ്. IDL ഏകദേശം അത്ലറ്റിക്സിലും പിന്നെ ഫുട്ബോളൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന പ്ലെയറാണ്. ഇതുവാണെങ്കിൽ ഇപ്പോൾ നമ്മളെ മോസ്റ്റ് സ്പീഡി പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടില്ല. ഇവന് ബോൾ ടച്ച് ചെയ്തതല്ല, പക്ഷേ ഇവൻ്റെ പ്രസ്സിങ്ങിൽ 2 ഗോള് 2 സ്ഥലത്ത് പോയിട്ടുണ്ട്. സോ നല്ല എന്താ പറയുക, മാക്സിമം കാര്യങ്ങളും ഭയങ്കര അഫക്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു മൈൻഡ് സെറ്റിലെ പ്ലെയറാണ്. വാശി എന്നൊക്കെ പറയില്ലേ. ഇതെന്ന് പറയുന്നത് അഫീഫ് എന്താണ് ഓൾറെഡി നമ്മളെ നീലഗിരി ഡിസ്ട്രിക്റ്റിൻ്റെ പ്ലെയറാണ്. നീലഗിരി ഡിസ്ട്രിക്റ്റിൽ നിന്ന് പിന്നെ തമിഴ്നാട് സെലക്ഷൻ ക്യാമ്പൊക്കെ ഡിസ്ട്രിക്ട് ടീം പോകുമ്പോൾ അതിന് തമിഴ്നാട് സ്റ്റേറ്റ് ടീമിന് സെലക്ഷൻ കിട്ടുമല്ലോ. ഞാൻ കൊണ്ടുവരുന്നവനെ തമിഴ്നാട് സ്റ്റേറ്റിക്ക് സെലക്ഷൻ ആ ക്യാമ്പിലേക്ക് കിട്ടിയൊരു പ്ലെയറാണ്. പിന്നെ ഇത് മിഥിലാജ് നമ്മുടെ എപ്പോഴത്തെ അടിപൊളി സ്റ്റോപ്പറാണ്. പിന്നെ ഇവ അക്കുമ്പൽ ഇന്നാ ഫസ്റ്റ് ഡേ. അക്കുമ്പൽ ഇന്ന് ജസ്റ്റ് വരികയാണ്. പുതിയ ആളാണ്. അക്കുമ്പൽ സ്റ്റാർട്ടറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യാൻ. പക്ഷെ അക്കുമ്പൽ ഏജൊന്നും ആയിട്ടില്ല, നല്ല കളിക്കും. പക്ഷെ ടെക്നിക്കലായിട്ട് അക്കുമ്പൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. സോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. സോ ഇതാണ് അക്കുമ്പൽ, എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനും കൂടിയാണ്. സോ ഇതാണ് നമ്മുടെ ടീം. നമ്മൾ നാളെ പോകുന്ന ടീമിൻ്റെ ഒരു ഏജിലൊക്കെ ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു കോച്ചിങ് കിട്ടാൻ ശരിക്കും വളരെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ നമുക്ക് അപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോച്ചുണ്ട്. ഇനിയിപ്പോൾ ഒരു സപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ ആവശ്യം. ഇനി ആരെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് എന്താണ് ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മളെ നല്ല ബ്ലോഗറാണ്, വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയിട്ടോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ മാക്സിമം ആരെയും സ്പോൺസറൊക്കെ ഉണ്ടെങ്കിൽ തരണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ പണിയൊക്കെ എടുത്തിട്ടാണ് പിന്നെ അവർ പോയി കളിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഹുസൈൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു ടീമിനായിട്ട് നിങ്ങൾ എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട്. കഴിയുന്നത് നമുക്ക് ശരിക്ക് മുഴുവൻ സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു കളിയെങ്കിലും ഒരു മാച്ചെങ്കിലും ചെയ്യാൻ പറ്റും അല്ല ഒരാൾക്ക് വിചാരിച്ചാൽ. കാരണം ഒരുപാട് സ്ഥലത്ത് കളി വരുന്നുണ്ട്, പോകാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇത് ഏജ് പോലും പറഞ്ഞു കേട്ടില്ലേ, ഒക്കെ അണ്ടർ 14 അണ്ടർ 17 ചെറിയ ചെറുക്കന്മാർ ഈ ഒരു ലെവലിൽ എത്തിക്കണമെങ്കിൽ അവരെത്രമാത്രം പ്രാക്ടീസ് ചെയ്തിട്ടേക്കാരം. ശരിക്കും നമ്മളൊരു വലിയ സപ്പോർട്ട് തന്നെ ഇവർക്ക് നമ്മൾ കൊടുക്കണം. ശരി, നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു അതല്ലേ. ശരി, എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കാം. ഓക്കെ, ശരി. അപ്പോൾ അവരുടെ കളി കണ്ടില്ലേ, നമുക്ക് ആ ഒരു ടീമിന് മൊത്തം സ്പോൺസർ ചെയ്യാൻ ജയിച്ചാൽ വളർത്തില്ല. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു 3 ജേഴ്സി പോലെ കോച്ചിന് കൈമാറിയിട്ട് ഓലെന്നെ മാച്ച് വെച്ചിട്ട് നല്ല പ്ലേയേഴ്സിന് ഓലെന്നെ കൊടുത്തു. എല്ലാവരും സബ്സ്ക്രൈബ് ആക്കണ്ടോ നമ്മളെ ചാനൽ?